നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഇന്ത്യയുടെ സഹായം തേടുകയാണ് പാകിസ്ഥാൻ അധീന കശ്മീരിലെ ജനങ്ങൾ. പാക് അധീന കശ്മീരിൽ കഴിഞ്ഞ 3 മാസമായി വലിയ പ്രക്ഷോഭം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദിൻ്റെ ഭരണത്തിൽ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഒട്ടും സന്തുഷ്ടരല്ല എന്നു മാത്രമല്ല, ജനങ്ങളെ അകാരണമായി പീഡിപ്പിക്കുകയാണ് ഇസ്ലാമാബാദ് ഭരണകൂടവും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വവും. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയതോടുകൂടി അമിത ഭാരം ചുമത്തുകയാണ് പാക് അധീന കശ്മീരിലെ ജനങ്ങളോട്. പാക് അധീന കശ്മീരിൽ വലിയ ക്ഷാമമുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാനില്ല. മാത്രമല്ല, അവിടെ വലിയ രീതിയിലുള്ള വിലക്കയറ്റമുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനോ ഇലക്ട്രിസിറ്റി വാങ്ങാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ജനങ്ങളുടെ ജനജീവിതം തന്നെ ബുദ്ധിമുട്ടിലായ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 10,000-കണക്കിന് ജനങ്ങളാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പാക് അധീന കശ്മീരിൽ ഇപ്പോൾ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പാക് അധീന കശ്മീരിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ കശ്മീരിൽ അത്രമാത്രം പ്രശ്നങ്ങളില്ല. ഇപ്പുറത്ത് അഭിവൃദ്ധിയും അപ്പുറത്ത് വലിയ പ്രശ്നങ്ങളും എന്നത് പാക് അധീന കശ്മീരിലെ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ ഇടയാക്കി. പാകിസ്ഥാനിലെ ഭരണകൂടം കൃത്യമായ ഒരു പരിഗണന നമുക്ക് തന്നില്ല എങ്കിൽ നമുക്ക് മറ്റു മാർഗങ്ങൾ നേരിടേണ്ടി വരും എന്നുപോലും ഇപ്പോൾ പാക് അധീന കശ്മീരിലെ നേതാക്കൾ പറയുന്നുണ്ട്. പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന സർദാർ അമൻ ഖാനാണ് കഴിഞ്ഞ ദിവസം റാവലക്കോട്ടിൽ നടന്ന ഒരു റാലിയിൽ, റാവലക്കോട്ട് ഈദ്ഗാഹ് ഗ്രൗണ്ടിലാണ് പടുകൂറ്റൻ റാലി നടന്നത്. ആ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇന്ത്യയെ ക്ഷണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന സർദാർ അമൻ ഖാൻ നടത്തിയത്. അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ വലിയ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യയിലേക്ക് ഈ ജനങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുവേണ്ടി പൂഞ്ച് ദോഡ മേഖലകളിൽ ഇന്ത്യൻ മേഖലകൾ തുറക്കണം. ഗത്യന്തരമില്ലാതെ നാട് വിടേണ്ടി വന്നാൽ ജനങ്ങൾക്ക് ഇന്ത്യയിൽ എത്താൻ സാധിക്കണമെന്നൊക്കെയാണ് ഈ സമരസമിതി അംഗങ്ങൾ, അതായത് പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ പറയുന്നത്. അതായത് ഇന്ത്യയിലെ കശ്മീർ സമാധാനപരമായിരിക്കുന്നു. 2019 മത തീവ്രവാദം അവിടെ അവസാനിപ്പിക്കാൻ ഏറെക്കുറെ സാധിച്ചു. അതിനുശേഷം കശ്മീർ ഒരു വലിയ മാറ്റത്തിന് ഉടമയായിരിക്കുന്നു. കശ്മീരിൽ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തിത്തുടങ്ങിയിരിക്കുന്നു. കശ്മീരിൻ്റെ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വറുതിയിലാണ്. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നതനുസരിച്ച് ഇസ്ലാമിക ഭരണകൂടം ഈ പാക് അധീന കശ്മീരിലെ ജനങ്ങളെ ശിക്ഷിക്കുകയാണ്. അവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ വില ദൈനംദിനം എന്നോണം വർദ്ധിക്കുന്നു. അവരുടെ കൂലി വർദ്ധിക്കുന്നില്ല. തൊഴിലില്ലായ്മ അതിരൂക്ഷമാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാക് പട്ടാളം വലിയ രീതിയിലാണ് പാക് അധീന കശ്മീരിൽ സേനാവിന്യാസം നടത്തിയിരിക്കുന്നത്. അതിന് കാരണം ഇന്ത്യയാണ്. കാരണം ഇന്ത്യയിലെ സർക്കാർ ഇപ്പോൾ പാക് അധീന കശ്മീരിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടെടുത്തിരിക്കുന്ന സർക്കാരായിരുന്നു. നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പാക് അധീന കശ്മീരിൽ ഏതാണ്ട് പാകിസ്ഥാൻ്റെ ഭാഗം തന്നെയാണ് എന്ന് ഇന്ത്യ സമ്മതിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സർക്കാർ പാക് അധീന കശ്മീരിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരിൽ ഏതു നിമിഷവും ഇന്ത്യ ഒരു സൈനിക നടപടി നടത്താനുള്ള സാധ്യത പാകിസ്ഥാൻ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സൈനിക നടപടി നടക്കണമെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ അധീന കശ്മീരിലെ പ്രക്ഷോഭങ്ങൾ അത് ഇന്ത്യയെ പ്രലോഭിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ അവിടുത്തെ സാഹചര്യങ്ങൾ, പ്രക്ഷോഭ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇന്ത്യ സൈന്യവുമായി പാക് അധീന കശ്മീരിൽ ഇറങ്ങിയേക്കും എന്ന സൂചനയും പാകിസ്ഥാൻ ഭരണകൂടത്തിനും പട്ടാളത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിതാന്തമായ ജാഗ്രത പുലർത്തുകയാണ്. ഈ പ്രക്ഷോഭത്തെ അവർ അടിച്ചമർത്തുകയാണ്. ഇതിനോടകം തന്നെ നിരവധി പ്രക്ഷോഭകർ മരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ വെടിയേറ്റും അടിയേറ്റും നിരവധി പേർ മരിച്ചു. അങ്ങനെ പ്രക്ഷോഭം മുന്നോട്ട് പോകുമ്പോഴും പ്രക്ഷോഭം ശമിപ്പിക്കാൻ യാതൊരുവിധ നടപടിയും സാധ്യമല്ല. അങ്ങനെ പ്രക്ഷോഭം മുന്നോട്ട് പോകുമ്പോഴും പ്രക്ഷോഭകാരികളുടെ തലയ്ക്ക് വില പറഞ്ഞ് അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അടിച്ചമർത്താൻ നോക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭകാരികൾ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്.